വളരെ കൂളായിട്ടാണല്ലോ മിസ്റ്റർ മുഖ്യമന്ത്രി കൈകൾ ശുദ്ധമാണ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കൈകൾ ശുദ്ധമാണെങ്കിൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് SFIയുടെ അന്വേഷണം സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം പറഞ്ഞ പോലെ മടിയിൽ കനവില്ല, കൈകൾ ശുദ്ധമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായി നമുക്ക് അഭിപ്രായ വ്യത്യാസമാകും, വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, പക്ഷെ അദ്ദേഹം നമ്മുടെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം നടത്തി അദ്ദേഹത്തിന്റെ കൈകൾ ശുദ്ധമാണെങ്കിൽ ഒരു മലയാളി എന്ന നിലയിൽ നമുക്കെല്ലാം സന്തോഷിച്ചൂടെ? നമ്മുടെ മുഖ്യമന്ത്രി മാന്യനാണ്, മര്യാദക്കാരനാണ്. അന്വേഷണമല്ല ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. അദ്ദേഹം കുറ്റക്കാരനാണെന്ന് മാത്രമല്ല, കുറ്റക്കാരനാണെന്ന് ഞാൻ സംശയിക്കുന്നു. എനിക്ക് സംശയിക്കാൻ തക്ക കാരണങ്ങളുണ്ട്. അപ്പൊ അവിടെ ഒരു അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നിരപരാധിയാണെങ്കിൽ അത് പുറത്തു വരട്ടെ. ഞാൻ കണ്ടിടത്തോളം ഇത് ഈ സംസ്ഥാനം കണ്ടതിലെ ഈ സംസ്ഥാനം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിലെ ഏറ്റവും വലിയ കൊള്ളയാണ് നടന്നിട്ടുള്ളത്. അപ്പോ അങ്ങനെയുണ്ടെങ്കിൽ ഈ കൊള്ള നടത്തിയവർക്കെതിരെ മുഖ്യമന്ത്രി എന്ന നടപടി സ്വീകരിക്കാത്തത് ഈ എക്സാലോജിക്ക് നമ്മുടെ CMRലും KSIDCയും തമ്മിലുള്ള ഇടപാടിൽ മാത്രം, അല്ലെങ്കിൽ 155 കോടി രൂപ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് തിരിമറി നടത്തിയെന്ന് കണ്ടെത്തിയപ്പോ അതുവഴി മാത്രം KSIDC എന്ന സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള സ്ഥാപനമാണ്, നിങ്ങളുടെ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന് 18 കോടി രൂപ നഷ്ടം വന്നിട്ടുണ്ട്. ആ 18 കോടി രൂപ ആ 18 കോടി രൂപ തിരിച്ചു പിടിക്കാൻ എന്ത് നടപടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതുവരെ സ്വീകരിച്ചത്? ഒരു വെള്ള പേപ്പറിൽ ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. KSIDC ഇന്നും ഈ SFIO അന്വേഷണം ആവശ്യപ്പെട്ട് താങ്കൾക്ക് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ വളരെ ശക്തമായിട്ടല്ലേ CMRലും അതുപോലെ KSIDC ഒക്കെ എതിർത്തത് അല്ലേ? അതാ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന അഭിഭാഷകരിൽ ഒരാളാണ് KSIDCക്ക് വേണ്ടി ഹാജരായത്. CMRന് വേണ്ടി ഹാജരായത് മുൻ തമിഴ്നാട് അഡ്വക്കേറ്റ് ജനറലാണ്. അത്രയും പ്രമുഖരായ അഭിഭാഷകരാണ് ഹാജരായത്. CMRന് സ്വാഭാവികമായും SFIO അന്വേഷണത്തെ എതിർക്കാം. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്റിറ്റിയാണ്, അവർക്കത് എതിർക്കാം. പക്ഷേ ഇത്തരത്തിലൊരു തിരിമറി നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കേണ്ട എന്ന് KSIDC ഹൈക്കോടതിയിൽ വന്ന് പറയുന്നു. അതെന്ത് മര്യാദയാണ്? എനിക്ക് മനസ്സിലായില്ല. അന്വേഷിക്കേണ്ട ആവശ്യം ഏറ്റവും അധികമുള്ളത്, എന്നേക്കാൾ കൂടുതൽ ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ട ബാധ്യതയുള്ളത് KSIDCക്കല്ലേ? അവരെന്തിനാണ് 25 ലക്ഷം രൂപ അടക്കി സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന അഭിഭാഷകനെ കൊണ്ടുവന്നത്? അപ്പൊ അത് വെറുതെയായി. അത് ഇപ്പൊ അല്ല, ഇന്ന് CPS സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു. അതായത് ഈ ആരോപണം ഉയർത്തിക്കൊണ്ടുവന്ന മാത്യു കുഴൽനാടൻ വഴി കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ്. പിന്നെ ഷോൺ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? BJPയിൽ എത്തി നിൽക്കുന്നു. BJPയിലെ അംഗമാണ് താങ്കൾ. അപ്പോൾ ഇത് ഈ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യത്തിൽ കോൺഗ്രസും BJPയും ഒക്കെ സംയുക്തമായി നമ്മുടെ മുഖ്യനെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഒക്കെ തകർക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി ഒരു കൃത്യമായിട്ടുള്ള തിരക്കഥയോടുകൂടി ഈ വിഷയം അവതരിപ്പിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, 2026 വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പ് ഒഴിഞ്ഞിട്ട് എപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് അന്വേഷിക്കാൻ സൗകര്യമുള്ളതെന്നും നേരത്തെ അറിയിച്ചായിരുന്നെങ്കിൽ ആ സമയത്ത് പരാതി കൊടുക്കാമായിരുന്നു. ഇത് എപ്പോ ആരോപിച്ചാലും, ഇത് തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ എപ്പോ ആരോപിച്ചാലും CPM പറയാൻ പോകുന്ന മറുപടി ഇത് തന്നെയാണെന്നുള്ള കാര്യം കേരള സമൂഹത്തിൽ ആർക്കും സംശയമില്ല. അത് പറയുന്ന ന്യായീകരണം, സത്യം പറഞ്ഞാല് ഇന്ന് അഭിഭാഷകനും മുൻ നിയമമന്ത്രിയുമായ AK ബലൻ സഖാവ് പറഞ്ഞതിനെതിരെ പരാതി കൊടുക്കേണ്ടതാണ്. ഇതിനകത്ത് ഇവരാരും കുറ്റക്കാരല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞത്. ഹൈക്കോടതി എപ്പോഴാണത് പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവരാരും കുറ്റക്കാരല്ല, ഇതിന് അന്വേഷണം ആവശ്യം, ഇവർക്കെതിരെ CMRലും എക്സാലോജിക്കിനും മുഖ്യമന്ത്രിക്കും വീണയ്ക്കുമെതിരെ അന്വേഷണം ആവശ്യമില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു കമന്റിനെ ദുർവ്യാഖ്യാനം ചെയ്ത് അതിനെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ അദ്ദേഹത്തിനെതിരെ എന്റെ മര്യാദ കൊണ്ടാണ് ഞാൻ പരാതി കൊടുക്കാത്തത്. ഒരു കാര്യം കൂടി, അദ്ദേഹത്തെ ഒത്തിരി ബഹുമാനിക്കുന്നതുകൊണ്ടാണ് ഞാൻ പരാതി കൊടുക്കാത്തത്. യെസ്, ഒരു കാര്യം കൂടി ഷോണ, ഈ SFIO അന്വേഷണം കേരളത്തിലെ ആദ്യമായിട്ടാണോ നടക്കുന്നത്? കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ആദ്യ SFI അന്വേഷണം ഇവിടെ നടക്കുന്നത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ അന്വേഷണമാണ് SFIയുടെ. അപ്പൊ എന്തായാലും നല്ല ഐശ്വര്യപൂർണ്ണമായിട്ട് അത് നടക്കട്ടെ അല്ലേ? മിസ്റ്റർ PV തന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ
അന്വേഷണം വളരെ ഭംഗിയായിട്ട് നടക്കുമെന്ന് തന്നെ പ്രത്യേകിച്ച്